പ്രേഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോം മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോം മിഷൻ ക്വിസ്റ്റൈൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സീറോ മലബാർ സഭയുടെ 13 രൂപതകളിലൂടെ പോകുന്ന നമ്മുടെ ഈ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് ഏത് സ്ഥലത്താണ്? 1986 ജൂലൈ 3 ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലീഹായുടെ തിരുനാൾ ദിനത്തിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി ഫൊറോനയിൽ. അതെ, 14 ഇടവകകളും 3 കുരിശുപള്ളിയുമുള്ള തിരുവമ്പാടി ഫൊറോനയുടെ വേനപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിന്റെ അങ്കണത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ആയിരിക്കുന്നത്. അതെ, മലയോര കുടിയേറ്റ കവാടം എന്ന് വിശേഷിപ്പിക്കാവുന്ന വേനപ്പാറയിൽ ശാലീന സുന്ദരമായ കൂടത്തായി, നീലേശ്വരം എന്നീ വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 18 മലയോരങ്ങളുള്ള വേനപ്പാറ. അതെ, അപ്പോ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി പ്രേഷിതവാഹിനിയൊക്കെ ഇവിടെ എത്തി നിൽക്കുകയാണ്. നിറയെ സമ്മാനങ്ങളാണുള്ളത്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മൾ എന്താണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും, ഉത്തരങ്ങൾ എങ്ങനെയായിരിക്കും കുട്ടികളെല്ലാവരും പറയുക, ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, എല്ലാവരും എക്സൈറ്റഡ് അല്ലേ? ആണോ? അതെ, ഇത്രയേറെ വിശേഷണങ്ങളുള്ള ഈ സ്ഥലത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ അപ്പൊ എങ്ങനെയായിരിക്കും? ആൾക്കാരൊക്കെ കിടിലമാണെന്ന് അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മളുടെ പ്രേഷിതവാഹിനിയോട് എത്തി നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും പാർട്ടിസിപ്പൻസ് വേണ്ടേ? വേണം. അപ്പൊ നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യണ്ടേ? അതെ, ഇൻവൈറ്റ് ചെയ്യണം. എന്നാലേ നമ്മുടെ ക്വിസ്റ്റൈൻമെന്റ് മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ സാന്തോം മിഷൻ ക്വിസ്റ്റൈൻമെന്റിലേക്ക് ഈ എപ്പിസോഡിലേക്ക് എത്തുന്ന 4 പാർട്ടിസിപ്പൻസിനെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. നമ്മുടെ 4 പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടണ്ടേ? അതെ, പരിചയപ്പെടണം. അപ്പൊ നമുക്ക് അവരുടെ പേരും ഇടവകയും ചോദിച്ചെന്നെ പരിചയപ്പെടാം അല്ലേ? എന്റെ പേര് ഡോൺ ജോബി, ഞാൻ തിരുവമ്പാടി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അലൻഡ ജോബിൻസ്, ഞാൻ തിരുവമ്പാടി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് അലക്സാൻഡോ ചെറിയാൻ, ഞാൻ തിരുവമ്പാടി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് എഡ്വിൻ പി ജോസ്, ഞാൻ വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ഇരിക്കുന്ന പ്രേക്ഷകരെ ഒന്ന് നോക്കിക്കേ, അവരെല്ലാവരും ഇവരുത്തരം പറയും എന്നൊരു ആ ഒരു കോൺഫിഡൻസ് നമ്മളുടെ ഈ ഇരിക്കുന്ന ആളുകളുടെ മുഖത്ത് നമുക്ക് കാണാം അല്ലേ? അതെ, നമുക്ക് ഇവർക്ക് നമ്മുടെ ഗെയിംസിന്റെ റൂൾസ് എന്ന് പറഞ്ഞാലോ? അതെ, ഒരു ഗെയിം ആകുമ്പോൾ എന്തായാലും കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടാവണം വേണ്ടേ? ഒരു റൂൾ ഇല്ലാണ്ട് എന്ത് ഗെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഓഡിയൻസ് നിങ്ങളും ശ്രദ്ധിക്കുക. ഗെയിമിന്റെ റൂള് 4 റൗണ്ടുകളാണ് നമ്മുടെ ക്വിസ്റ്റൈൻമെന്റിൽ നമ്മൾക്കുള്ളത്. ഒന്നാമത്തെ റൗണ്ട് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ജെറുസലേം റൗണ്ടാണ്. തോമസ് ലീഹായെയും മിഷനെയും കുറിച്ചുള്ള അജെൻഡസ് റൗണ്ട്. വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടിൽ ഏത് ഓർഡർ വേണമെന്ന് നമ്മുടെ പാർട്ടിസിപ്പന്റിന് ചൂസ് ചെയ്യാം. 4 റൗണ്ടുകളിലായി 6 ചോദ്യങ്ങളും
ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ഒരു 7ാമത്തെ ചോദ്യം കൂടിയായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. ഓരോ റൗണ്ടിന് ശേഷവും നിങ്ങൾക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ 7 ചോദ്യവും ശരിയായി ഉത്തരം പറഞ്ഞ് വിജയിക്കുന്ന പാർട്ടിസിപ്പന്റിനായിരിക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെമന്റോയും ലഭിക്കുക. പാർട്ടിസിപ്പൻസ് മാത്രമല്ല നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റിൽ പങ്കെടുക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ക്വിസ് സ്റ്റേറ്റ്മെന്റ്. ഓഡിയൻസിനായിട്ട് 2 ചോദ്യങ്ങളാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാർട്ടിസിപ്പൻസിന് എല്ലാ ഉത്തരമൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഇനി എങ്ങാനും ഏതെങ്കിലും ഉത്തരം അവർക്ക് അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ നേരെ നമ്മുടെ ഓഡിയൻസിനായിരിക്കും പാസ് ചെയ്യാൻ പോകുന്നത്. അതെ, എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു ക്വിസ് സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമാണ് നമ്മുടെ സാന്തോ മിഷന്റെ ക്വിസ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പൻസിൽ ഒരാളെയല്ലേ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറ്റാൻ പറ്റൂ? അത് ശരിയാണല്ലോ. അപ്പൊ അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്നൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഗെയിം നടത്തിക്കൊണ്ട് തന്നെ ആദ്യം ആര് പ്രേക്ഷിത വാഹിനിയിൽ കയറണമെന്ന കാര്യം തീരുമാനിക്കാം, അല്ലെ? നടത്താം. നിങ്ങൾ റെഡിയല്ലേ ഗെയിം ചെയ്യാൻ? എനിക്ക് തോന്നുന്നു നമ്മുടെ പാർട്ടിസിപ്പൻസ് വെൽ പ്രിപ്പയർഡ് ആണ്, പഠിച്ചിട്ടൊക്കെയാ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഗെയിം കളിപ്പിച്ചാൽ ഇനി അവരുടെ കോൺസെൻട്രേഷൻ പോയി എങ്ങാനും വല്ല ഉത്തരങ്ങൾ ഏതെങ്കിലും വഴി പോയാലോ, അല്ലേ? അതിനൊരു വഴിയുണ്ട്. എന്താണ് ആ വഴി? നമുക്ക് അവരുടെ പേരൻസിനെ വിളിച്ചാലോ? പിന്നെന്താ, അവരുടെ പേരൻസ് അല്ലേ അവർ ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നേ. അപ്പോൾ പേരൻസ് എന്നെ ചൂസ് ചെയ്യട്ടെ, കുട്ടികളെ ആര് വേണം പ്രേക്ഷിത വാഹിനി കയറാനെന്ന്, അല്ലേ? ആണെങ്കിൽ 4 പാർട്ടിസിപ്പൻസിന്റെയും പേരൻസ്, പപ്പയോ അമ്മയോ ആരാണോ ഒരാള് വെച്ച് കടന്നു വരണം. നമ്മുടെ 4 പാർട്ടിസിപ്പൻസിന് വേണ്ടിയും ആദ്യത്തെ ഗെയിമില് മത്സരിക്കാൻ പോകുന്നത് 4 പേരുടെയും പേരൻസ് ആയിരിക്കും. അവരുടെ ആ ഉഷിരും വീറും നമുക്ക് ഇവിടെ കാണാം. നല്ലൊരു കയ്യടി കൊടുത്താൽ നമ്മുടെ പേരൻസ് ഇപ്പൊ നമ്മുടെ പ്രേക്ഷിത വാഹനയുടെ അടുത്തേക്ക് വരും. നമ്മുടെ 4 പാർട്ടിസിപ്പൻസിന്റെയും പേരൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ന് നമുക്ക് ആ ഗെയിം അങ്ങ് പറഞ്ഞു കൊടുത്താലോ? അതെ, ഇനി കൂടുതൽ അവരെ ടെൻഷൻ അടിപ്പിക്കണ്ട. അതെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഗെയിം പരിചയപ്പെടുത്താവരെ. അതെ, ഗെയിം പരിചയപ്പെടുത്താം. നമ്മുടെ ഗെയിം ഇങ്ങനെയാണ്. 15 സെക്കൻഡ് ആണ് നമ്മൾ ഇവിടെ പേരൻസിന് പ്രൊവൈഡ് ചെയ്യുക. ആ 15 സെക്കൻഡിൽ ഏറ്റവും കൂടുതൽ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പറയുന്നവരായിരിക്കും നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് കയറാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയില്ലേ? അതായത് ബൈബിളിലെ പുസ്തകങ്ങൾ 15 സെക്കൻഡ് ഉള്ളിൽ പറയണം. നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നിങ്ങളും നോക്കണം ശരിയാണോ അല്ലയോ എന്ന്. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യർ, നിയമാവർത്തനം, ഏശയ്യ, സങ്കീർത്തനം, മത്തായി, മാർക്കോസ്, ലൂക്കോ, യോഹന്നാൻ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, കിട്ടുന്നില്ല. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ശമൂവേൽ. 17 പുസ്തകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടെ അടുത്തത്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ഉത്തമഗീതം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 1 പത്രോസ്, 2 പത്രോസ്, 1 രാജാക്കന്മാര്, കോറിന്ത്യോസ്, തെസ്സലോനിക്ക, യൂദിത്ത്. സ്റ്റോപ്പ്. 16 പുസ്തകങ്ങളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തതിന് ഇവിടെയാണ്. ഇനി ഇവര് 16, 17 എന്നുള്ളത് വെട്ടിക്കോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അവരുടെ മുഖം കണ്ടിട്ട് 16 അല്ല 20 അല്ല 25 കടക്കും ഞങ്ങൾ എന്നാണ്. നമുക്കൊന്ന് ശ്രമിച്ചാലോ? സോ ടൈം സ്റ്റാർട്ട്സ് നൗ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപന്മാർ, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, തോബിത്ത്, യൂദിത്ത്, എസ്തേർ, സെഫാനിയ, സ്റ്റോപ്പ്. ജോഷുവ. 15 പുസ്തകങ്ങളാണ് പറഞ്ഞത്. എല്ലാവരും ഓരോ നമ്പറിനാണ് നിൽക്കുന്നത്. ഇപ്പൊ 17 ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് ആളാണ്. നമുക്ക് നോക്കാം. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനം, വെളിപാട്, ഫിലോമോൻ, ഹെർബായർ, മക്കബായർ, റൂത്ത്, തോബീത്ത്, സാമുവേൽ, രാജാക്കന്മാർ, 1 ജോഷുവ, എസക്കിയേൽ, സാമുവേൽ. 16 പുസ്തകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആരാ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പറയുന്നത്? ഓഡിയൻസ് പറ, ആരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത്? 17 പുസ്തകങ്ങൾ പറഞ്ഞ് ആരുടെ പേരന്റ് ആയിരുന്നു? ഡോൺ ജോബി. ഡോണിന്റെ പാരന്റ് ആണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാ നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ കയറാൻ പോകുന്നേ? ആരാ? ഡോൺ ആണ് ഏറ്റവും ആദ്യം നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറാൻ പോകുന്നത്. നമുക്ക് ഡോണിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടേ? ഡോണിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഡോൺ ആരാണ്, എന്താണ്?
അങ്ങനെ ഡോൺ എത്രയിലാണ് പഠിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടേ പ്രേക്ഷിത വാഹിനിയിലേക്ക് നമുക്ക് കയറ്റാനായിട്ട്. അങ്ങനെയെങ്കിൽ ഡോണിന്റെ പ്രൊഫൈൽ നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടാലോ? എൻ്റെ പേര് ഡോൺ. വീട്ടുപേര് നരുവേലി പുതിയെടുത്ത്. വീട്ടിലെ അച്ഛനും അമ്മയും 2 അനിയന്മാരുമാണ് ഉള്ളത്. എൻ്റെ അച്ഛൻ്റെ അച്ഛനും പരമ്പരാഗതമായ കൃഷിക്കാരാണ്. ഇവിടെ ഉള്ളവരെല്ലാം കൃഷിയെല്ലാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പള്ളിയുമായി ഏറ്റവും അടുത്ത് ഇണങ്ങിയിരിക്കുന്നവരാണ്. കൃഷിയുടെ തുടക്കം മുതൽ അവസാനം വരെ പള്ളിയോടൊത്ത് ഇണങ്ങി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. വിത്തുകൾ വെഞ്ചരിക്കുവാനും കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വിളവെടുപ്പിന് ശേഷം ഒരംശം പള്ളിക്കായി മാറ്റി വെക്കുകയും അവർ ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ പള്ളിയോടൊത്തും പ്രകൃതിയോടൊത്ത് ജീവിക്കാനാണ് അവർ എന്നെ പഠിപ്പിച്ചത്. ഇതാണ് എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അതിനാണ് ഞാനൊരു ഉത്തമ ക്രിസ്ത്യാനിയായിരിക്കുന്നത്. ഡോണിന്റെ നല്ലൊരു പ്രൊഫൈലാണ് നമ്മൾ കണ്ടത്. ഡോണിനെ പറ്റി ഏകദേശം ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും റെഡി ആയില്ലേ? ഇപ്പോൾ നമ്മളിനി ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഡോണിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിനി മനസ്സിലാക്കാം. അപ്പൊ ഡോൺ, വെൽക്കം ടു പ്രേക്ഷിത വാഹിനി. ഇപ്പൊ നമ്മുടെ ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയാൻ പാടില്ലേ? 4 റൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങിയാലോ? എന്ന് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ? ജെറുസലേം റൗണ്ട്, അഡ്ജന്റസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടുകളിൽ ഏത് റൗണ്ടാണ് ഡോൺ ആദ്യം ചൂസ് ചെയ്യാൻ പോകുന്നത്? മാർഗം. ചോദ്യം കണ്ടാലോ? നമുക്ക് 2 വിശുദ്ധരാണ് മാർഗം റൗണ്ടിൽ തന്നിട്ടുള്ളത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും വാഴ്ത്തപ്പെട്ട റാണി മരിയയും. ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെയാണോ വാഴ്ത്തപ്പെട്ട റാണി മരിയയാണോ? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ. ഈ റൗണ്ടിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെയാണോ സെലക്ട് ചെയ്യാൻ പോകുന്നത്? അതെ. അപ്പോൾ നമുക്ക് നോക്കാം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ കുറിച്ച് വരുന്ന ചോദ്യം ഏതെന്ന് നമുക്ക് നോക്കാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ മാതാപിതാക്കന്മാരുടെ പേര്? ഇട്ടിയേപ്പ്, മാണിയും ഏലീഷായും. ആലോചിച്ചു നോക്കിക്കോ. അതെ, ഉറപ്പിക്കുന്നു. നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലോ? നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. എന്താ നിങ്ങൾ കൈയടിക്കാൻ മറന്നുപോയതാണോ? മാർഗം റൗണ്ടില് ഒരൊറ്റ ഡയറക്റ്റ് ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റൗണ്ടില് നമ്മുടെ ഡോൺ സമ്മാനം നേടിയിരിക്കുകയാണ്. സമ്മാനം കൊടുക്കണ്ടേ നമുക്ക്? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി അധികം ലേറ്റ് ആകാതെ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയാലോ? സെക്കൻഡ് റൗണ്ടിലെ ക്വസ്റ്റ്യൻ കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കിയാലോ? ഇനി 3 റൗണ്ടാണ് ഡോണിനുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജന്റസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്. ഈ റൗണ്ടിൽ ഏതാണ് ഇനി അടുത്തതായി ഡോൺ ചൂസ് ചെയ്യാൻ പോകുന്നത്? അഡ്ജന്റസ്. തോമസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജന്റസ് റൗണ്ട്. ഇതില് 2 ഓപ്ഷനാണുള്ളത്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്നാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത് വരുന്ന മിഷൻ എന്ന ഓപ്ഷനിലെ ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അപ്പോൾ ഏതാണ് ആദ്യം ഡോൺ ചൂസ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഡോൺ ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം കാണാം. മിഷനറി എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്ക് ഏത്? ഓപ്ഷൻസ് വായിക്കാം. അപ്പസ്തോലോസ്, അപ്പസ്തോലിക്, അപ്പസ്റ്റോലെ, ദാസ്കലോസ്. അപ്പസ്തോലസ്. ഉത്തരം നോക്കിയാലോ? കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. ഡോൺ നമ്മുടെ 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ സെക്ഷൻ ശരി ഉത്തരം പറഞ്ഞ് വിജയിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമില്ലേ? എല്ലാവരും എനിക്ക് തോന്നുന്നേ അടുത്ത ഓഡിയൻസ് ക്വസ്റ്റിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അതെ, എന്നാ വെയിറ്റ് ചെയ്തു. നമുക്ക് ഒരു ചോദ്യം കൂടെയാണ് ഈ റൗണ്ടിൽ ഡോണിനെ വെയിറ്റ് ചെയ്യുന്നത്. ആ ചോദ്യം കണ്ടാലോ? ഇനി അടുത്തതായിട്ടുള്ളത് ഡയറക്റ്റ് ചോദ്യമാണ്. തോമസ് ലിഹ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പേര്? ദിദിമൂസ്. ഉറപ്പാണോ? അല്ലല്ല, മാർത്തോമ. മാർത്തോമ എന്നാണ് തോമസ് ലിഹ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ താമസം ഓഡിയൻസിന്റെ കൈയ്യടി നോക്കിക്കേ. നമ്മൾ പറയേണ്ടി പോലും വന്നില്ല, കൈയടിച്ചങ്ങ് കൊടുത്തു. പിന്നെ അവരുടെ കുട്ടിയല്ലേ ഡോൺ. അപ്പൊ പിന്നെ ഡോൺ ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ അവര് ശരിയാക്കിയതുപോലെയല്ലേ? അത് തന്നെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ റൗണ്ട് 2 ചോദ്യത്തിനും ഡോൺ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ റൗണ്ടിന്റെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുക്കണ്ടേ? നല്ലൊരു കൈയടി തന്നാലേ ഞങ്ങൾ സമ്മാനം കൊടുക്കുള്ളൂ.
റൗണ്ട് അവസാനിച്ചു, 2 സമ്മാനവും മേടിച്ചു. ഒരു കാര്യം ചെയ്താലോ? എന്താണ്? ഇനി ഡോണിന് കുറച്ചു നേരം വിശ്രമിക്കാം. നമ്മുടെ ഓഡിയൻസ് കുറച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാലോ? ഓഡിയൻസ് റൗണ്ടിന്റെ സമയമാണിത്. നിങ്ങൾക്കുള്ള നല്ലൊരു ചോദ്യം നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ പ്രേക്ഷിതവാഹിനി നിറയെ സമ്മാനങ്ങളുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സമ്മാനം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. റെഡിയല്ലേ? റെഡിയല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. തിരുവമ്പാടിയിലെ ആദ്യകാല കുടിയേറ്റക്കാർ ആരൊക്കെയായിരുന്നു? എളുപ്പമുള്ള ചോദ്യമല്ലേ? നമ്മുടെ നാടിനെ പറ്റി നമ്മളല്ലേ അറിയേണ്ടത്. തിരുവമ്പാടിയിലെ ആദ്യകാല കുടിയേറ്റക്കാർ ആരൊക്കെ ആയിരുന്നു? അവരൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനുള്ള സമയം കൊടുക്കണം. കാരണം നാടിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നല്ലേ, ശരിയായിട്ട് തന്നെ ഉത്തരം പറയണ്ടേ? ഡിസ്കസ് ഒക്കെ ചെയ്യുവാണ് എല്ലാവരും. കുഴപ്പമില്ല, ആലോചിച്ചോ. അതെ, ചേട്ടൻ വന്നുണ്ട്. നല്ലൊരു ഐഡിയ കൊടുക്കാം. നമ്മുടെ നാടിന് അഭിമാനമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ചേട്ടൻ? കണ്ടോ ചേട്ടൻ ചുമ്മാ കൂളായിട്ടാ വരുന്നത്. ചിരി നോക്കിക്കോ. ആൻസർ അങ്ങ് പറഞ്ഞു കൊടുത്തേ. അരഞ്ഞാണിയില്, പുരയിടം, കൊട്ടാരത്തില്, മുണ്ടക്കൽ, കോക്കാപ്പള്ളി. അത്രേ ഉള്ളൂ. അത്ര അറിയുള്ളൂ. ചേട്ടന്റെ പേര് പറയാമോ? എൻ്റെ പേര് സ്റ്റാനി ജോസഫ്. കോക്കാപ്പള്ളിൻ്റെ വീട്ടുവരാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഉത്തരം അങ്ങ് പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഇവിടെ വന്ന് പറയാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. ആൻസർ ഇതാണ്, ചക്കുങ്കൽ ജോസഫ്, KC നൈനാൻ. എന്നൊരു കാര്യം ചെയ്യാം, ആ ധൈര്യം കാണിച്ച ചേട്ടൻ ഇവിടം വരെ വന്നാൽ ഇത്രയും പേരുണ്ടായിട്ട് ഇവിടം വരെ വരാൻ കാണിച്ച ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാം ഒരു സമ്മാനം. ശരിയാ, ഉത്തരം അറിയില്ലാത്ത നമ്മൾ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് അത്രയെങ്കിലും ഇവിടെ വന്ന ആ ചേട്ടനോട്. അതെ. ഡോൺ കാത്തിരുന്ന് മുഷിഞ്ഞു തോന്നുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഏതാണ് ഇനി അടുത്ത റൗണ്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറുസലേം റൗണ്ടാണ്. നമുക്ക് ചോദ്യം കണ്ടാലോ? ഇന്ത്യയുടെ ദ്വിതീയ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് വായിക്കാം. വിശുദ്ധ തോമസ് ലീഹ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ ഗോൺസാലോ ഗാർസിയ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. വേദപാഠത്തിൽ പഠിക്കാറുണ്ടേ. വെറുതെ അല്ല, ഞങ്ങൾക്കറിയില്ല ആൻസർ. നമുക്ക് നോക്കാം. ഉറപ്പാണോ? ഉറപ്പാണ്. അന്ന് ആൻസർ നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ജെറുസലേം റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് ആക്കിയിരിക്കുകയാണ് ഡോൺ. ഈ റൗണ്ടിലെ ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഏത് രാജ്യത്തിന്റെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്? വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഏത് രാജ്യത്തിന്റെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജപ്പാൻ. ആൻസർ നോക്കിയാലോ? അതെ, ഇത്ര ഉറപ്പോടെ പറയുമ്പോൾ നമ്മൾ ആൻസർ ചെക്ക് ചെയ്തേക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ജപ്പാൻ എന്നുള്ള ഉത്തരം കറക്റ്റ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ, വേദപാഠമൊക്കെ ശരിക്കും പഠിക്കുന്നുണ്ട്. അതെ, വേദപാഠത്തിൽ നല്ല മാർക്കോടെ വിജയിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ഡോൺ, അല്ലേ? അപ്പോൾ ഈ റൗണ്ടിലും 2 ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം പറഞ്ഞിരിക്കാൻ ഡോൺ. അപ്പൊ ഈ റൗണ്ടിന്റെ സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം കൊടുക്കണം. നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മളുടെ ഇത് ക്വിസ്റ്റൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ക്വിസ് കം എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ ചോദ്യങ്ങളൊക്കെ കുറെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അപ്പൊ ഒരു എന്റർടൈൻമെന്റ് വേണ്ട ഇനി. അതെ, ഒരു എന്റർടൈൻമെന്റ് വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? ഡോണിന് ഒന്നും കൂടി വിശ്രമിക്കാൻ ടൈം കൊടുക്കാം. അതെ, ഡോണിന് വിശ്രമിക്കാൻ സമയം കൊടുക്കാം. നമുക്കൊരു റിംഗ് ഡാൻസ് ഉണ്ടാലോ? നമ്മുടെ ഇടവകയിലെ ചുണക്കുട്ടിയാണ് റിംഗ് ഡാൻസിനായിട്ട് നമുക്ക് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് നല്ല നിറ കയ്യടികളോടെ സ്വാഗതം ചെയ്യാം ക്രിസ്ലിൻ. വിമോചക അഭയമാ
ആണ് ഇനി ബാക്കിയുള്ളത്. വിഷ്വൽ റൗണ്ട് ആണ്. നമ്മൾ ഈ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആ വീഡിയോ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആ വീഡിയോയിൽ നിന്നിട്ടായിരിക്കും ഡോണിനുള്ള ചോദ്യം വരുന്നത്. സൈഡിൽ ഡോണിന് നോട്ട് ചെയ്യാനായിട്ട് ഒരു റൈറ്റിംഗ് പാഡും പെന്നും വെച്ചിട്ടുണ്ട്. അത് ഡോണിന് യൂസ് ചെയ്യാം. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ റൗണ്ടിൽ ഉണ്ടാവുക. MST പ്രേക്ഷിതരുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ ഫലമാണ് മഹാരാഷ്ട്രയിലെ കൊഡോളിയിലുള്ള MSTയുടെ ആദ്യ തദ്ദേശീയ കത്തോലിക്ക ഗ്രാമം. അധികം അറിയപ്പെടാത്ത ഈ ഗ്രാമം ഇന്ന് പ്രേക്ഷിത ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. നൂറുമേനി ഫലം കൊയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ വിളനിലമായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കും ആത്മീയ ഉന്നമനത്തിനും വേണ്ടി ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനാ ഭവനങ്ങളും വഴി ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവജനത്തെ കൈപിടിച്ചു നടത്താൻ MST മിഷണറി വൈദിക സമൂഹത്തിന് കഴിയുന്നു. തോമസ് ലീഹായിലൂടെ കൈവന്ന വിശ്വാസ വെളിച്ചം കൈമുതലാക്കി 5 ഭൂഖണ്ഡങ്ങളിലായി ലോകം മുഴുവനിലും MST വൈദികർ തങ്ങളുടെ പ്രേക്ഷിത സാന്നിധ്യം എത്തിച്ചു കഴിഞ്ഞു. ചോദ്യം നോക്കാം. മഹാരാഷ്ട്രയിലെ MSTയുടെ ആദ്യ തദ്ദേശീയ കത്തോലിക്ക ഗ്രാമം ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ വീഡിയോയിൽ നിന്നിട്ടുള്ള കണ്ട് മനസ്സിലാക്കിയ കാര്യത്തിൽ നിന്നും ഉത്തരം പറയുക. കൊഡോരി. നോട്ട് ചെയ്ത് വെച്ചിരുന്നോ? വെച്ചായിരുന്നു. കറക്റ്റ് ആണോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നൊരു ഡൗട്ട്. നീ ഡോൺ എഴുതിയതില്ല, പറഞ്ഞത് കറക്റ്റ് ആണോ? ശരിയാണ്. നോക്കാം നമുക്ക് ആൻസർ എന്നാ. ആൻസർ നോക്കാം. കൊഡോളി എന്നായിരുന്നു ഉത്തരം. ആൻസർ ശരിയാണ്. ആ വീഡിയോ കണ്ടതിൽ നിന്നിട്ട് മനസ്സിലായതുപോലെ ഡോൺ എഴുതി വെച്ചു, അത് പറയുകയും ചെയ്തു. ജെറിക്കോ റൗണ്ടിലും സമ്മാനത്തിന് അർഹനായിരിക്കുകയാണ് ഡോൺ. സമ്മാനം കൊടുത്താലോ? അപ്പൊ ഡോൺ 4 റൗണ്ടുകളും കഴിഞ്ഞ് 4 സമ്മാനം മേടിച്ചു. അത് 4 സമ്മാനം 4 റൗണ്ടിലും മേടിച്ചിട്ടുണ്ട്. നല്ലൊരു കൈയടി. അപ്പൊ നമ്മുടെ ഓഡിയൻസിന് ഇപ്പൊ ചെറിയൊരു വിഷമം കാണും. ഒരാൾക്കല്ലേ കിട്ടിയുള്ളൂ സമ്മാനം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ അവർക്ക് കൊടുത്താലോ? തീർച്ചയായും. നമ്മുടെ ഓഡിയൻസ് റൗണ്ട് ആണ്. നിങ്ങളെ കാത്ത് നല്ലൊരു ചോദ്യം ഇവിടെ ഇരിപ്പുണ്ട്. ചാടി പറഞ്ഞോളാം കേട്ടോ ഉത്തരം. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: ആദ്യമായി വേനപ്പാറയിൽ ബലിയർപ്പിക്കാൻ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയ വ്യക്തിയുടെ പേര് എന്ത്? ആദ്യമായി വേനപ്പാറയിൽ ബലിയർപ്പിക്കാൻ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയ വ്യക്തിയുടെ പേര് എന്ത്? നല്ല ചോദ്യമല്ലേ? അല്ലേ? ഇവിടെ ചേട്ടന്മാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻസർ കിട്ടിയോ? അവർ ചരിത്രം ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം ഏതെങ്കിലും ഏടുകളിൽ കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ഞാൻ പറയാൻ പോണ ഉത്തരം ശരിയാണോ? സമ്മാനം കിട്ടോ? അതൊക്കെ ആയിരിക്കും സംശയം. ഒരു കുട്ടി കൈ പൊക്കുന്നുണ്ട്. ആൻസർ അറിയാമോ? എന്നാ ഓടിപ്പോരെ. നമ്മുടെ കുഞ്ഞു മിടിക്കിതെ ഉത്തരം പറയാനായിട്ട് ഓടി വരികയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഉത്തരം പറയാമോ? കുരുപ്പൽ ഫാമിലി. നല്ല ഉത്തരം ശരിയാണോ നമുക്ക് നോക്കിയാലോ? അപ്പൊ നമുക്ക് ഉത്തരം കേൾക്കാം. ഉത്തരം ഇതാണ്: ആദ്യമായി വേനപ്പാറയിൽ ബലിയർപ്പിക്കാൻ സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയ വ്യക്തി കുഴിപ്പിൽ മത്തായി. ഒരു നല്ല കൈയടി. ഉത്തരം ശരിയാണ്. കുഴിപ്പിൽ ഫാമിലി എന്നാണ് കുട്ടി പറഞ്ഞത്. കുഴിപ്പിൽ മത്തായിയുടെ പറമ്പിൽ ഒരു പലകയിട്ട് അവിടെ അൾത്താരി ഒരുക്കി ഫാദർ മോന്തേനാരിയുടെ നേതൃത്വത്തിലായിരുന്നു ബലി അർപ്പിച്ചിരുന്നത്. അപ്പൊ സന്തോഷമായില്ലേ? സമ്മാനം വേണ്ടേ? അപ്പൊ നമ്മുടെ കുട്ടിക്ക് നമുക്ക് സമ്മാനം കൊടുക്കാം. ഡോൺ, നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? കിടക്കാം. ഡോണിലുള്ള 7ാമത്തെ ചോദ്യം ജനറൽ ക്വസ്റ്റ്യൻ ആണ്. തിരുവമ്പാടി ദേവാലയത്തിന് ആവശ്യമായ സ്ഥലം നൽകിയത് ആര്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഉത്തരം അറിയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓഡിയൻസിന്റെ ഹെൽപ്പ് വേണോ? വേണം. അപ്പോൾ ആരാണ് ഡോണിനെ സഹായിക്കാനായി മുന്നോട്ട് വരാൻ പോകുന്നത്? ശരിയാണോ തെറ്റാണോ എന്നൊന്നും പേടിക്കണ്ട, അങ്ങോട്ട് ഓടിപ്പോരെ. നമ്മുടെ പ്രേക്ഷിതവാഹിനിയുടെ അടുത്തേക്ക് വേഗം പോരെ. ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്കത് പറഞ്ഞിട്ട് പോകാം. ശരിയാണെങ്കിൽ സമ്മാനം മേടിച്ചിട്ട് പോകാനുള്ള നല്ലൊരു അവസരമാണ്. ആനക്കല്ലേൽ ഫാമിലി. ഇവിടെ ഏതെങ്കിലും ഓഡിയൻസിന് ഇനി വേറെ ഏതെങ്കിലും ഉത്തരമുണ്ടോ? ആരില്ല. അപ്പൊ ഡോൺ
ഈ ഉത്തരം സെലക്ട് ചെയ്യണോ, പറയണോ? സെലക്ട് ചെയ്യുന്നു. നമ്മുടെ തിരുവമ്പാടി ദേവാലയത്തിന് ആവശ്യമായ സ്ഥലം നൽകിയത് ആനക്കല്ലിൽ ഈനാസ്. കറക്റ്റ് ആണ് ആൻസർ. ആനക്കല്ലിൽ ഫാമിലി. നമുക്ക് സമ്മാനം അങ്ങ് കൊടുത്തേക്കാം. നല്ല വീറോടെയും വാശിയോടെയും തന്നെയാണ് ഡോൺ മത്സരിച്ചത്. നമ്മുടെ ക്വിസ് ടൂർണമെന്റിൽ നിന്നും പ്രേക്ഷിത വാഹിനിയിൽ നിന്നും ഡോൺ ഇറങ്ങുമ്പോൾ 4 റൗണ്ടിന്റെ സമ്മാനങ്ങളായിട്ടാണ് ഡോൺ ഇറങ്ങുന്നത് അല്ലേ? ഒപ്പം ഡോണിന് ഈ മത്സരം കഴിയുമ്പോൾ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. നമുക്ക് ഡോണിന്റെ ഫാമിലിയെ കൂടെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിച്ചാലോ? അപ്പോൾ ആദ്യത്തെ പാർട്ടിസിപ്പൻ്റ് 4 റൗണ്ടിലെയും സമ്മാനങ്ങളായിട്ടാണ് പോയിരിക്കുന്നത്. നമുക്കിനി 3 പാർട്ടിസിപ്പൻസ് കൂടിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിന് വൈൻഡപ്പ് ചെയ്യണ്ടേ? അതെ, ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ഐക്യപ്പെട്ടിരിക്കുന്നത് പല മേഖലകളിലേക്കാണ്. ജോലി സ്ഥലമാകാം, വീടാകാം, അങ്ങനെ ഏതുമാകാം. ഏതു മേഖലയിൽ നിന്നായാലും അവിടെയെല്ലാം നാം ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുക എന്നതാണ് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്വിസ് ടൂർണമെന്റ്. This is Sinu. This is Likhita. Signing off. Thank you. പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാം.